ഇപ്പോൾ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ സുരേഷ് ഗോപി, അങ്ങേ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ അറിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ വേദനയുള്ളൊരു കാര്യമാണ്. 26 വയസ്സുള്ളൊരു മകനാണ് നഷ്ടപ്പെട്ടു പോയത്. ഏറെക്കുറെ മരണം എന്നുള്ള യാഥാർത്ഥ്യം പോലും അവർ അംഗീകരിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും വിവരങ്ങൾ അറിയേണ്ടതിന്റെ ആവശ്യകതയും ചൂണ്ടിക്കാണുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അല്ല, ചെയ്യേണ്ടത് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അമലിന്റെ ബന്ധുക്കളാണ് എൻ്റെ അടുത്ത് വന്ന സമയത്ത് അവരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡറെ വിളിച്ചത്. അദ്ദേഹം പറഞ്ഞത് അവിടുന്ന് ഇങ്ങോട്ട് DNA മാച്ചിന് വേണ്ടി സാമ്പിൾ ചോദിച്ചിട്ട് ഇതുവരെ സാമ്പിൾ വന്നിട്ടില്ലെന്നാ പറയുന്നത്. അപ്പോ അങ്ങനെ ഒരു വിവരം ഈ ബന്ധുക്കൾക്കോ പേരൻസിനോ അറിയില്ല. അപ്പൊ ഞാൻ അവരെ വിളിച്ച് ഉടനെ DNA സാമ്പിൾ എടുക്കാൻ പറഞ്ഞിട്ട് സ്റ്റേഷനിലും പോയപ്പോ വളരെ നിഷേധാത്മകമായ നിലപാടാണ് ആ സ്റ്റേഷനിൽ. എനിക്ക് തോന്നുന്നു SHO ആണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ പേരും അന്ന് എനിക്ക് കിട്ടിയിരുന്നു. പക്ഷെ നേരിട്ട് ഇടപെടാതെ അവിടുത്തെ തൃശ്ശൂരിലെ കമ്മീഷണറെ വിളിച്ച് പറഞ്ഞിട്ടാണ് താക്കീത് കൊടുത്ത് അത് ഉടനെ ചെയ്യാൻ പറഞ്ഞിട്ട് പോലും പിന്നെയും 2 ദിവസം ഈ ബന്ധുക്കള് പേരൻസ് അവിടെ പോയി കാത്തു നിൽക്കേണ്ടി വന്നു സ്റ്റേഷനിൽ മുഴുവൻ ദിവസവും. അവസാനം ബഹളം വെച്ചിട്ട് പാർട്ടിക്കാർ പോയി ബഹളം വെച്ചിട്ടാണ് ആ സാമ്പിൾ എടുക്കുന്നത്. ആ സാമ്പിളിന് ഇവിടുന്ന് നമുക്ക് ഒരു അങ്ങോട്ട് കുവൈറ്റിലേക്ക് അയക്കാൻ പറ്റുന്ന റിപ്പോർട്ടിന് 4 ദിവസം പിന്നെയും എടുക്കും. അത് കഴിഞ്ഞ് അവിടുന്ന് അംബാസിഡർ എന്നെ ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചു ഇതുവരെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്ന്. അത് കഴിഞ്ഞ് അവരെ വിളിച്ചപ്പോഴാണ് അയച്ചു എന്ന് പറഞ്ഞ അപ്പോഴേക്കും എനിക്ക് തോന്നുന്നു കോഴിക്കോടുള്ള രണ്ടാമത്തെ, ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഇങ്ങനെ പരസ്യമായിട്ട് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ബോഡീസ് അവിടെ ഉണ്ട്. ഇല്ലെങ്കിൽ പിന്നെ അവര് DNA മാച്ചിന് വേണ്ടി ഇവിടുന്ന് സാമ്പിൾ ചോദിക്കില്ലെന്ന്. അപ്പൊ അതവിടെ ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാർ തന്നെയാണോ എന്ന്. കാരണം അല്ലാതെ വേറെ 10-12 പേരുണ്ട് മറ്റ് ദേശക്കാര്. അപ്പോ അതിൽ നിന്ന് ഈ നമുക്ക് കൊണ്ടുവരേണ്ടതായ 2 പേരുടെ മാച്ച് അറിയണം. അതിന് ഒരുപക്ഷെ അവിടെ മാച്ച് ചെയ്യാൻ പറ്റിയ ഒരു സബ്സ്റ്റൻസ് ഉള്ളത് കൊണ്ടല്ലേ ഇവിടുത്തെ മാച്ചിങ് മെറ്റീരിയൽ ചോദിച്ചത്. അതങ്ങനെ തന്നെയാവും. പക്ഷെ ഇത് അതിനുശേഷം എന്താണെന്ന് ഈ ബന്ധുക്കൾ ആരെങ്കിലും എൻ്റെ അടുത്ത് വരികയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കുട്ടിയുടെ പേരൻസ് വന്നപ്പോഴാണ് ഞാനിത് അറിയിച്ചത്. അപ്പൊ അവരാണ് പറഞ്ഞത് കാലതാമസം ഉണ്ടായി ഇവിടുന്ന് അയക്കാൻ വേണ്ടി എന്ന്. ശരിയാണ്. ഇപ്പോൾ ഈ സാമ്പിൾ ശേഖരിച്ചതിന് ശേഷം മറ്റ് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്നാണ് അമലിന്റെ ബന്ധുക്കൾ നമ്മളോട് പറയുന്നത്. അതിന് ഈ കാലതാമസം ഉണ്ടായതാണെന്നാണ് അങ്ങയുടെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു ഫോളോ അപ്പ് നടത്തുമല്ലോ അല്ലെ? അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. സാമ്പിൾ ശേഖരണത്തിന് വരെ എന്താണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത താമസം ഉണ്ടായിട്ടുണ്ട്. ഒരു സാമ്പിൾ കളക്ഷൻ എന്തുകൊണ്ടാണ് ഇത്രയും താമസം വരുന്നത്? അപ്പോ ഉദ്യോഗസ്ഥർ അതിന് നോളജബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. ഇല്ലെങ്കിൽ അതിന് നോളജബിൾ ആയിട്ടുള്ള ആൾക്കാർ പറയുമ്പോൾ അനുസരിക്കണം. ഇനി ഇത് അയച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ ആരും എൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. ഞാനിത് എൻ്റെ വകുപ്പിൽപ്പെടുന്ന കാര്യമല്ലെങ്കിൽ പോലും ഞാനിത് വന്ന് എന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുമ്പോഴാണ് എനിക്കത് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് എൻ്റെതായ ജോലികളും ചെയ്തു തീർക്കാനുണ്ട്. ശരി, അവർക്ക് വലിയ ആശയക്കുഴപ്പമുണ്ട്. അവർ തന്നെ അദ്ദേഹം തന്നെ ഇന്ന് രാവിലെ പറയുന്നുണ്ട് ഞാനൊരു സാധാരണക്കാരല്ലേ, എനിക്ക് എവിടെ പോകണമെന്ന് അറിയാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ടെന്നുള്ളത്. പിന്നെ മാനസിക ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അവരെൻ്റെ അടുത്ത് തന്നെ വന്നാൽ മതി, ഒരാശയക്കുഴപ്പത്തിന്റെ ആവശ്യമില്ല. അവര് വന്ന അടുത്ത നിമിഷം ഞാൻ ഫോൺ എടുത്ത് വിളിക്കുകയാണ് ചെയ്തിരുന്നത്. അവരോടൊപ്പം ഉണ്ടായിരുന്ന എത്രയോ പേരെടുത്ത് ഇല്ല, ഈ വിഷയത്തിൽ എനിക്ക് ഇടപെടാൻ പറ്റില്ല, ഇത് ബാങ്ക് വിഷയമാണ്, ഇത് ലോൺ വിഷയമാണ്, ഇത് ജപ്തി വിഷയമാണ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞയച്ചല്ല. പക്ഷെ ഇവരുടെ അടുത്ത് കേട്ട ഉടനെ ഞാൻ ഫോൺ എടുത്ത് വെച്ച് വിളിക്കുകയല്ലായിരുന്നു. ഇനിയും ഞാൻ ഇതൊന്ന് രാവിലെ എനിക്ക് തോന്നുന്നു മോത്തി ഇത് പിന്നെ സ്റ്റുഡിയോയിൽ നിന്ന് എയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടേബിളിലുണ്ടായിരുന്ന സമയത്ത് എന്നെ വിളിച്ചു. ഞാൻ അത് കഴിഞ്ഞ് കുവൈറ്റിലെ അംബാസിഡർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ അസാമില് മലമടക്കുകൾക്കിടയിലായിപ്പോയി, എനിക്ക് റേഞ്ച് പല സ്ഥലത്തും കിട്ടുന്നില്ല. ഇപ്പൊ ഞാനൊരു കാടിന്റെ കരയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ റേഞ്ച് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ഈ ലൈൻ കിട്ടില്ലല്ലോ. ഞാൻ ഇപ്പൊ തന്നെ കുവൈറ്റിലെ അംബാസിഡറെ വിളിച്ച് എന്തായി എന്ന് അന്വേഷിച്ചിട്ട് ഞാൻ ഉടനെ അറിയിക്കാം. വളരെയധികം നന്ദി ശ്രീ സുരേഷ് ഗോപി. സംസാരിച്ചതിന് നടപടിയും ഉറപ്പ് നൽകുന്നതിൽ വലിയ സന്തോഷം അറിയിക്കുന്നു. എന്തായാലും കേന്ദ്രമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതാണ് അറിയുന്നത്. അവരുടെ കുടുംബത്തിന്റെ ഭാഗത്ത് വലിയ ബുദ്ധിമുട്ട് നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നതാണ്. 26 വയസ്സ് വരെ ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കി വലിയ ജോലിയിൽ വരുന്നു.
4 ദിവസം മുമ്പ് സംസാരിച്ചതാണ്. പക്ഷെ അതിനുശേഷം പിന്നീട് ഒരു അറിയിപ്പും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 10-20 ദിവസം പിന്നിടുകയാണ്. എന്താണ് സംഭവിച്ചത് എന്നറിയില്ല. മരിച്ചു പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആ ശരീരമെങ്കിലും തിരികെ കിട്ടണമെന്ന് ഒരു അച്ഛൻ കണ്ണീരോടെ പറയുന്നത് നമ്മൾ കേൾക്കുന്നതാണ്. അതിൽ ഇടപെടലുണ്ടാകും അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്നുള്ളതാണ് നമ്മുടെ ഒരു ആശ എന്ന് പറയുന്നത്. കേന്ദ്രമന്ത്രി നമുക്ക് നേരിട്ട് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടതാണ്, അത്തരത്തിലൊരു ഉറപ്പും നൽകുന്നുണ്ട്.